ഹായ് ഓൾ, നിങ്ങൾ KTU S2 യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ബേസിസ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാനുള്ളത്. നിങ്ങളുടെ S2 ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബേസിസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ സെറ്റ് S ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ 1 1 1 മൈനസ് 1 ഈസ് എ ബേസിസ് ഫോർ R2. അതായത് ഈ തന്നിരിക്കുന്ന സെറ്റ് S എന്ന് പറയുന്നത് R2 ഒരു ബേസിസ് ആവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. R2 ബേസിസ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സബ്സെറ്റ് ബേസിസ് ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ കണ്ടീഷനാണ് ബേസിസ് ആവണമെങ്കിൽ ഫസ്റ്റ് S എന്ന് പറഞ്ഞ സെറ്റ് R സ്പാൻ ചെയ്യണം. S സ്പാൻസ് R2, അതായത് ഈ വെക്ടർ സ്പേസിനെ S സ്പാൻ ചെയ്യണം. ഒപ്പം S എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റും ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷനാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് S സ്പാൻ R2 സ്പാൻ ചെയ്യണം. അതായത് R2 ഒരു എലമെന്റിനെ എടുത്താൽ നമുക്ക് ഈ എസ്സിലെ മെമ്പേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കണം. അതാണ് S സ്പാൻസ് R2 എന്ന് പറയുന്നത്. ഏതൊരു ആർബിട്രറി ചോസൺ വെക്ടറാണ് R2 എടുക്കുന്നത്, ആ വെക്ടറിനെ ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് S എന്ന് പറഞ്ഞ സെറ്റ് ഓർഡേഡ് പെയർ 1 1 1 മൈനസ് 1 ആണ്. അതിൽ ആദ്യത്തെ വെക്ടറിനെ ഞാൻ V1 എന്ന് പറയുന്നത് 1 1 എന്നെടുത്തു. ദെൻ V2 എന്ന് പറയുന്നത് 1 മൈനസ് 1 എന്നെടുത്തു. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ സെറ്റ് V1 V2 എന്ന് പറയുന്നത് ഇതിനെ സ്പാൻ ചെയ്യിക്കണം, അതായത് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് R2 ഒരു മെമ്പർ എടുക്കുക. ഓക്കെ, R2 ഒരു വെക്ടർ ലെറ്റ് X എലമെന്റ് ഓഫ് R2 ഒരു മെമ്പർ എടുത്തു. R2 മെമ്പർ ഏത് ഫോമിലായിരിക്കും? ഓർഡേഡ് പെയറുകളുടെ ഫോമിലായിരിക്കും. സോ X ക്യാൻ ബി റിട്ടൺ ആസ് ഓർഡേഡ് പെയർ X1, X2. ഇങ്ങനെ എഴുതാലോ. X ക്യാൻ ബി and this X equal to ordered pair X1, X2 element of R2. Now നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം എന്നാണ് പറഞ്ഞത്. അതായത് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് വെക്ടർ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതും? V1 പ്ലസ് C2 V2 ഈക്വൽ ടു X ആയിരിക്കണം അല്ലെ. X എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ എടുത്തു. ആ വെക്ടറിനെ നമുക്ക് തന്നിരിക്കുന്ന V1 V2 ഉപയോഗിച്ച് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റണം. അപ്പൊ ഇങ്ങനെ എഴുതാൻ പാകത്തിന് C1 C2 നമുക്ക് വാല്യൂ കിട്ടണം. അതാണ് നമ്മുടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ C1 V1 പ്ലസ് C2 V2 ഈക്വൽ ടു X എന്ന് എഴുതി. ഇവിടെ നമ്മൾ ഇക്വേഷൻ എഴുതി. ഇവിടെ V1 V2 പകരം തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും C1 ഇൻറ്റു V1 പകരം 1 1 കൊടുക്കാം, പ്ലസ് C2 ഇൻറ്റു V2 പകരം 1 മൈനസ് 1 എന്ന് കൊടുക്കാം. X എന്ന് പറയുന്നത് എന്താണ്? X1, X2 ആണ്. ഓർഡേഡ് പെയർ ആയിട്ട് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ C1 നമുക്ക് ഓർഡേഡ് പെയർ ആയിട്ട് എഴുതിയേക്കുന്നത് C1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ. അപ്പോൾ C1 ടൈംസ് 1 എന്നൊരു C1 തന്നെ. അപ്പോൾ C1 എന്ന് കിട്ടും. ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ C2 ഇൻറ്റു 1 C2, ദെൻ C2 ഇൻറ്റു മൈനസ് 1 ഈസ് മൈനസ് C2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു X1, X2. ഇനി ഇതിനെ ഒരു ലീനിയർ ഇക്വേഷൻ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എഴുതണം. എങ്ങനെ എഴുതാം? കറസ്പോണ്ടിങ് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡ് സൈഡായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ വരും ഇക്വേഷൻ? C1 പ്ലസ് C2 ഈക്വൽ ടു X1 എഴുതാം. അതുപോലെ തന്നെ C1 മൈനസ് C2 ഈക്വൽ ടു X2 എന്ന് എഴുതാം. കറസ്പോണ്ടിങ് ടേംസ് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തെഴുതി. അതായത് ഇവിടെ നമുക്ക് ഇൻ ബിറ്റ്വീൻ പ്ലസ് ആണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, C1 പ്ലസ് C2 ഈക്വൽ ടു X1 ആദ്യത്തെ ഇക്വേഷൻ. C1 പ്ലസ് C2 ഈക്വൽ ടു X1 അത് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ പറഞ്ഞേ C1 മൈനസ് C2 ഈക്വൽ ടു X2. C1 മൈനസ് C2 ഈക്വൽ ടു X2 ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനോട് നമുക്ക് സോൾവ് ചെയ്യണം അല്ലേ. C1 plus C2 equal to X1 ഫസ്റ്റ് ഇക്വേഷൻ, C1 മൈനസ് C2 equal to X2 രണ്ടാമത്തെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും സൊല്യൂഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യുക? ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആദ്യം നോക്കാം. ഓക്കെ, ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? C1 C2 കോഎഫിഷ്യൻസ് മാത്രം എടുത്ത് എഴുതാം. അതായത് C1 കോഎഫിഷ്യൻ 1, C2 കോഎഫിഷ്യൻ 1, ദെൻ അഗെയിൻ C1 കോഎഫിഷ്യൻ ഇവിടെ 1, ഇവിടെ C2 കോഎഫിഷ്യൻ -1. ഈ ഡിറ്റർമിനന്റ് വാല്യൂ നോക്കാം. ഡിറ്റർമിനന്റ് വാല്യൂ എന്ത് വരും? 1 times -1 is -1, then minus 1 into 1. Okay, 1. That is -2 എന്ന് പറയും. That is not equal to 0. അപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ 0 അല്ല. ഡിറ്റർമിനന്റ് വാല്യൂ 0 അല്ല എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ? സിസ്റ്റത്തിന്, അതായത് ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിന് ഒരു യുണീക് സൊല്യൂഷൻ ഉണ്ട്. ഫോർ ദ സിസ്റ്റം ഹാസ് യുണീക് സൊല്യൂഷൻ. അതായത് സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. സോ S സ്പാൻസ് R2 സ്പാൻ ചെയ്യിക്കണമെന്ന് മനസ്സിലായി. ഇനി ആ യുണീക് സൊല്യൂഷൻ ഏതാണെന്ന് അറിയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമുക്കതിനെ ഈ X1 X2 എന്ന് പറയുന്നതിനെ 0 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. 0 വെക്ടർ ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്
x1 കോമ x2 ഈക്വൽ ടു 0 0 ഇത് എബോവ് സിസ്റ്റം. തൊട്ട് മുമ്പത്തെ സിസ്റ്റത്തിൽ തന്നിരിക്കുന്ന 1 2 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ x1 x2 എന്ന് പറഞ്ഞാൽ 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കുക. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? c1 പ്ലസ് c2 ഈക്വൽ ടു 0 എന്ന് വരും. അതുപോലെ തന്നെ c1 മൈനസ് c2 ഈക്വൽ ടു 0 വരും. അപ്പോൾ ഒരു നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം, സബ്ട്രാക്ട് ചെയ്യുമ്പോഴും 0 കിട്ടണം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ദർ ഇസ് ഓൺലി വൺ ആൻഡ് ഓൺലി വൺ സൊല്യൂഷൻ, ട്രിവിയൽ സൊല്യൂഷനേ ഉള്ളൂ അല്ലേ? ദാറ്റ് ഈസ് c1 ഈക്വൽ ടു 0 ആൻഡ് ഓൾസോ c2 ഈക്വൽ ടു 0. രണ്ട് വാല്യൂ 0 ആവാനുള്ള കേസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എസ് എന്ന് പറയുന്നത് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ലേ? c1 c2 കോൺസ്റ്റന്റ് വാല്യൂസ് നമുക്ക് 0 കിട്ടുവാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സോ എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? എസ് സ്പാൻ ചെയ്യണമെന്ന് മനസ്സിലായി, എസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടി. ഈ രണ്ട് കാര്യവും കൂടെ ചേർത്ത് പറയുമ്പോൾ എന്താ വരും? എസ് എന്ന് പറയുന്നത് R2ന്റെ ഒരു ബേസിസ് ആയിരിക്കും. സോ therefore S is a basis for R2. S is a basis for R2. R2ന്റെ ബേസിസ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിൽ എന്താ ചെയ്തത്? ബേസിസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന സെറ്റ് R2നെ സ്പാൻ ചെയ്യിക്കണോ എന്ന് കാണിച്ചു, ദെൻ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിച്ചു. സ്പാൻ ചെയ്യിക്കണോ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ R2ൽ ഒരു വെക്ടർ എടുത്താൽ അതിനെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, ലീനിയർ ഫോർമാറ്റിൽ എഴുതാൻ പറ്റണം. അങ്ങനെ എഴുതാൻ പറ്റും എന്ന് നമ്മൾ എഴുതി. ദെൻ അപ്പോൾ യുണീക് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കി. ഡിറ്റർമിനന്റ് വാല്യൂ 0 അല്ല എന്ന് നമുക്ക് മനസ്സിലായി. സോ ദ സിസ്റ്റം ഹാസ് യുണീക് സൊല്യൂഷൻ എന്നുള്ള റിസൾട്ട് നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ യുണീക് സൊല്യൂഷൻ ഉണ്ട്, അതായത് ഈ രണ്ട് ഇക്വേഷൻസിന് സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഈ c1 c2 ഒക്കെ വാല്യൂസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെയാണ് അല്ലേ? സോ എസ് സ്പാൻസ് R2 എന്ന് കിട്ടി. ഇനി സ്പാൻ ചെയ്യണമെന്ന് മാത്രമല്ല ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കൂടെ കാണിക്കണം. ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ഈ c1 c2ന്റെ വാല്യൂസ് 0 മാത്രമേ കിട്ടുള്ളൂ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ x1 x2 എന്ന് പറഞ്ഞത് 0 0 അതായിട്ട് ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം കിട്ടി. അതായത് c1 പ്ലസ് c2 ഈക്വൽ ടു 0, c1 മൈനസ് c2 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻസിന്റെയും കൂടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു കേസ് മാത്രമേ വരുള്ളൂ. c1 ഈക്വൽ ടു 0 ആൻഡ് c2 ഈക്വൽ ടു 0 അല്ലേ? ഒരേ വാല്യൂ തന്നെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ 0 കിട്ടണമെങ്കിൽ 0 പ്ലസ് 0 ഈക്വൽ ടു 0യും 0 മൈനസ് 0 ഈക്വൽ ടു 0 എന്നുള്ള രീതി മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. സോ നമുക്ക് വരാവുന്ന ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് c1 0യും c2 0യും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടും. അറ്റ് ദ സെയിം ടൈം ഇറ്റ് സ്പാൻസ് R2. അപ്പോൾ R2നെ സ്പാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. രണ്ട് റിസൾട്ടോടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പറയാം എസ് എന്ന് പറയുന്നത് ബേസിസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ KTU എക്സാംസിന് എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ബേസിസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പഠിച്ചിരിക്കുക. താങ്ക് യു.